മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 500-ലധികം സിനിമകളിൽ അഭിനയിച്ച, അതും ശക്തമായ വേഷങ്ങളിൽ വന്ന ഗംഭീര അഭിനേത്രി. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സ്റ്റേറ്റ് അവാർഡുകൾ നിരവധി വാരിക്കൂട്ടിയ നടി. മലയാളത്തിലാകെ 20 സിനിമകളിൽ മാത്രമേ ഈ നടി ചെയ്തിട്ടുള്ളൂ എങ്കിലും എല്ലാം കിടിലൻ വേഷങ്ങൾ. മാത്രമോ 300ഓളം സിനിമകളിൽ ഒട്ടുമിക്ക തമിഴ്, തെലുങ്ക് നായികമാരുടെയും ശബ്ദമായ ഗംഭീര ഡബ്ബിംഗ് ആർട്ടിസ്റ്റും. 4వ తరగతి చదివిన వాడి తెలివితేటలు ఇలా ఉండవు. അതും തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ വിജയശാന്തിയൊക്കെ ഈ നടിയുടെ ശബ്ദമില്ലായിരുന്നുവെങ്കിൽ ഇല്ല, തീർന്നു എന്ന് തന്നെ പറയാം. ഒരു പണക്കാര കോടിയോടെ കുടുംബം നടത്തുന്നത് ഇവിടെ ഏഴയായിരുന്നാലോ இந்த സിംഗത്തോട് தான் நான் വാഴുவேன். നമ്മൾ സംസാരിക്കുന്നത് മികച്ച അഭിനേത്രിയും ഗംഭീര ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സരിതയെ കുറിച്ച്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പൊന്നൂരിൽ 1960 ജൂൺ 7-നാണ് സരിതയുടെ ജനനം. 1978 മറോ ചരിത്ര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ കെ ബാലചന്ദർ ആണ് സരിതയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. കമൽഹാസനായിരുന്നു നായകൻ. ഇതിന്റെ തെലുങ്ക് വേർഷൻ തന്നെ തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു. ഈ സിനിമ പിന്നീട് ഹിന്ദിയിൽ റീമേക്ക് ചെയ്തു. കമൽഹാസനെ ഹിന്ദിയിൽ സ്റ്റാറാക്കിയ ഏക് ദുജെ കെ ലിയെ. കെ ബാലചന്ദ്രന്റെ തന്നെ തപ്പുത്താളങ്ങൾ എന്ന തമിഴ് ചിത്രമായിരുന്നു രണ്ടാമത്തെ സിനിമ. അതിൽ നായകൻ രജനീകാന്ത് ആയിരുന്നു. ഒരേ സമയം കന്നഡയിലും തമിഴിലും ചിത്രീകരിച്ച സിനിമയാണിത്. പിന്നീട് സരിതയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് മുൻനിര നായികമാരിൽ ഒരാളായി സരിത മാറി. ജോഷി സംവിധാനം ചെയ്ത് 1984 റിലീസായ സന്ദർഭം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് സരിത മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. മലയാളത്തിൽ നായികയായി അഭിനയിച്ച കാതോട് കാതോരം, സംഘം, തനിയാവർത്തനം തുടങ്ങിയ ചിത്രങ്ങളിലെ ശക്തമായ നായിക വേഷങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കൺവെൻഷണൽ നായിക സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചടുക്കിയ സൗന്ദര്യമായിരുന്നു സരിതയുടേത്. കണ്ണുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന അന്യായ റേഞ്ചുള്ള അഭിനേത്രി. തന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ അഭിനയത്തോടൊപ്പം തന്നെ തിരക്കുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു സരിത. 1979 ഗോറിന്തക്കു എന്ന തെലുങ്ക് സിനിമയിൽ മലയാള നടി സുജാതയ്ക്ക് ഡബ് ചെയ്തുകൊണ്ടാണ് സരിത തന്റെ ഡബ്ബിംഗ് കരിയർ ആരംഭിക്കുന്നത്. തുടർന്ന് 80കളിലും 90കളിലും സരിത തെലുങ്കിലെ ഏറ്റവും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. പിന്നീട് കന്നഡ, തമിഴ് ഭാഷകളിലും സരിത മറ്റു നായികമാർക്ക് തന്റെ ശബ്ദം നൽകി തുടങ്ങി. അഭിനയത്തിൽ ബ്രേക്ക് എടുത്തപ്പോൾ പോലും സരിത വോയിസ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. 80കളിലെയും 90കളിലെയും സൂപ്പർ ഹിറ്റ് തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലെ നായികമാരുടെ ശബ്ദമായി മാറി. Sleeping hours will be over 4 or 5 and the dubbing was there in between. அவளோ busy schedulesலயும் dubbing ஒரு பக்கம் போயிட்டே இருக்கும் மத்த ஆர்டிஸ்ட்கெல்லாம். So that அப்பவே ஆரம்பிச்சிட்டீங்க. ஆமாமா, that அப்பவே எனக்கு Telugu films they wanted my voice. That's how I started. തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ വിജയശാന്തിയൊക്കെ സരിതയുടെ ശബ്ദമില്ലെങ്കിൽ ഇല്ല, തീർന്നു എന്ന് തന്നെ പറയാം. నువ్వు చెప్పే సమాధానం వింటుంటే ఆ కొండవేటి దొంగ మీద ఏదో ప్రత్యేకమైన అభిప్రాయం కలిగి ఉన్నావని అనుకోవాల్సి వస్తుంది. അവരുടെ മിക്ക സൂപ്പർ ഹിറ്റ് സിനിമകളിലും സരിതയാണ് ശബ്ദം കൊടുത്തിരുന്നത്. ഒരു പണക്കാര കോടിയോടെ കുടുംബം നടത്തുന്നത് ഇവിടെ ഏഴയായിരുന്നാലോ இந்த சிங்கத்தோட தான் நான் வாழுவேன். நான் உங்க மகனை ரொம்ப விரும்புறேன். என்னோட மனசை அவர் புரிஞ்சுக்கல. நான் அவரை காதலிக்கிறேன். என்னத்தை அவர் தெரிஞ்சுக்கல. വിജയശാന്തിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത 1990 ഇറങ്ങിയ കർത്തവ്യം എന്ന ചിത്രത്തിൽ പോലും സരിതയുടെ ശബ്ദമായിരുന്നു. మాస్టర్, నేను ఈ ఉద్యోగంలో చేరడానికి కారణం ఏమిటో తెలుసా? నడి రోడ్డు మీద నడుస్తుండగా నాకు ఈ అన్యాయం జరిగింది అని ఎవరిని చెప్తే. നടി നഗുമ അഭിനയിച്ച തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലെ മിക്ക സിനിമകളിലും സരിതയായിരുന്നു ശബ്ദം കൊടുത്തത്. ഒരേ നാളെ കലക്കിട്ടിയടാ. ഓടി ഓടി എന്നനമോ കൊണ്ടുവന്നിയേ. காடை முட்டை, கப்பக்கிழங்கு, வேர்க்கடலை, இந்த மாதிரி டின்னர் என் லைஃப்ல நான் சாப்பிட்டதே இல்லை. எங்க அம்மா கூட என்ன இப்படி பார்த்துக்கிட்டதே இல்லை. డబ్బున్న వాళ్ళంటే ఆ రాజుకు పడదు.
ఎలాగైనా యూనియన్ లీడర్ అయ్యి నా ఫ్యాక్టరీలో అల్లరి సృష్టించాలని అతని ప్లాన్. అతను నెగ్గకూడదు. హీ షుడ్ నాట్ విన్. నేను ఓడకూడదు. మాణిక్య హాయా హాయా వై స్టాండింగ్ యు వాంట్ ఆటో యా 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 கம் யா கமிங் யா பேசாம இருந்தா இந்தியாக்காரன் செத்து போயிடுவான்னு சொன்னீங்களே. சூப்பர் மேட்டர் யா. யா யா என்னாச்சு? ஆர்னமெண்ட்ஸ் நிறைய இருக்கே. அப்படியா? இது அந்த குப்பைவாளா? எனக்கு அதுதான் பிடிக்கும். நோ, சாதாரண முத்து மாலை. ஹாய், டெண்டுல்கர் 6. உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമോ? അന്തരിച്ച നടി സൗന്ദര്യയുടെ മിക്ക തെലുങ്ക് ചിത്രങ്ങളിലെയും ശബ്ദം സരിതയുടേതായിരുന്നു. സൗന്ദര്യയുടെ അമ്മൊരു എന്ന തെലുങ്ക് ചിത്രം തമിഴിൽ അമ്മൻ എന്ന പേരിൽ 1995 ഡബ് ചെയ്ത് റിലീസായപ്പോൾ ശബ്ദം നൽകിയതിന് സരിതയ്ക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം നൽകി. ദൊങ്കാത്ത, അരുണാചലം, അന്തപുരം, ശുഭവാർത്ത, അന്നയ്യ ഉൾപ്പെടെ 15ലധികം ചിത്രങ്ങളിൽ സൗന്ദര്യയ്ക്ക് സരിത ശബ്ദം നൽകി. డాడీని బిజినెస్ లో ఒకరు మోసం చేశారు. రేపట్లోగా 2 కోట్ల రూపాయలు కట్టాలి. ఒకవేళ కట్టలేదా డాడీ మేమందరం నడి రోడ్లో నుంచోవాల్సి వస్తుంది. സുഹാസിനി, രമ്യാകൃഷ്ണൻ, നാദിയ മൊയ്തു തുടങ്ങിയ താരങ്ങൾ തെലുങ്കിൽ അഭിനയിച്ച ചിത്രങ്ങളിൽ മിക്കതിനും സരിതയാണ് ശബ്ദം കൊടുത്തത്. ఏం తెలుసు? నేనేం తప్పు చేసిన వాళ్ళం కాదు, తప్పుకు బలైపోయిన వాళ్ళం. నేను ఇదంతా సిగ్గు విడిచి పరాయి దేశస్తుల ముందు చెప్పుకుంటే మీరు జాలి కురిపిస్తారా? అక్కర్లేదు. మమ్మల్ని నా బ్రతకలేండి చాలు. క్షమించాలి. మీ మాటలకు నేను అభ్యంతరం తెలుపుతున్నాను. పెద్దవాళ్ళు మీరు ఇలా మాట్లాడచ్చా సార్? పల్లె పదాలంటే ఎందుకు సార్ మీకు అంత తేలిక భావం, అంత సహ్యం? ആ പാട്ടിൽ ഉദ്രേകം ലേదంటారా, ഉത്സാഹം ലേదంటారా? രമ്യാകൃഷ്ണന്റെ സ്വന്തം ശബ്ദത്തോടുള്ള സാമ്യം കൊണ്ടാവും രമ്യയുടെ 20ഓളം തെലുങ്ക് ചിത്രങ്ങളിൽ സരിതയാണ് ഡബ് ചെയ്തത്. త్వరగా కమిట్ చేయించాక అదే పెళ్లికి మనం ప్రేమించుకున్న విషయం చెప్పి. పంచభూతాల సాక్షిగా మనం ప్రేమించుకోలేదు. వేటూరి, బాలు, చిత్ర, రాజు, కోటి. നദിയ മൊയ്തുവിന്റെ പ്രശസ്ത കഥാപാത്രങ്ങളായ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയിലെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയതും இது உன் வயசுல வர வியாதிதான். இதுக்கு காதல் மேனியான்னு பேரு. உங்களுக்கெல்லாம் பிஸா ஹட்லயும், கையேந்தி பவன்லயும், ஃபாஸ்ட் ஃபுட் சென்டர்லயும் பொண்ணுங்களை சைட் அடிச்சுக்கிட்டே சாப்பிட்டாதான் ருசியா இருக்கும். இது அம்மா சாப்பாடுறா, ആരോഗ്യം மட்டும்தான் இருக்கும். ദൃശ്യം 1 and 2 തെലുങ്ക് പതിപ്പുകളിൽ ആശ ശരത്തിന്റെ റോൾ നദിയ ചെയ്തപ്പോൾ അതിന് ശബ്ദം കൊടുത്തതും സരിതയായിരുന്നു. What do you think about it? It's time to end this. 4వ తరగతి చదివిన వాడి తెలివితేటలు ఇలా ఉండవు. കൂടാതെ ആ സർക്കാർ വാരിപ്പാട്ട, ബ്രൂസിലി ദ ഫൈറ്റർ തുടങ്ങിയ അടുത്ത കാലത്തിറങ്ങിയ തെലുങ്ക് ചിത്രങ്ങളിലും നദിയയ്ക്ക് സരിതയാണ് ശബ്ദം നൽകിയത്. சும்மா இருவெளிங்கிரி, எப்ப பார்த்தாலும் 2 பேரும் சண்டை போட்டுக்கிட்டு. മീനയ്ക്ക് തമിഴിൽ യജമാൻ. மாமா இந்த மாதிரி ஏதாவது எடகொடமா பண்ணுவாருன்னு தெரிஞ்சுதான் ஒரு கட்டு தனியா எடுத்து வச்சிருக்கேன். മുത്തുവിന്റെ തെലുങ്ക് പതിപ്പിൽ പാപ്പം എനിക്കൊരു ഉമ്മ തരൂ. അതെ, എനിക്കൊരു ഉമ്മ തരുമോന്ന്. ఉమ్మంటే ఉమ్మ అంటే నువ్వు దారి అడిగావుగా, అదే నేను ఈ ఊరి భాషలో అన్నాను. ഭാനുപ്രിയയ്ക്ക് ജ്വാല, പ്രേമിഞ്ചു പെല്ലടു, പീപ്പിൾസ് എൻകൗണ്ടർ തുടങ്ങിയ തെലുങ്ക് സിനിമകളിലും സരിത ശബ്ദം നൽകി. కొంతమంది పైకి జెంటిల్మెన్ లా కనపడతారు, కానీ చేసేవన్నీ ఫ్రాడ్ పనులే. కోటు బూటు వేసుకున్నంత మాత్రాన సంస్కారం రాదు, అది പൊട്ടുകുത്തോ రావాలి. സുസ്മിത സെന്നിന്റെ ആദ്യ ചിത്രമായ രക്ഷകനിൽ അവർക്ക് ശബ്ദം നൽകിയതും സരിതയായിരുന്നു. நான் உங்க சன்னை ஏன் லவ் பண்றேங்கிறதுக்கான காரணங்கள் இந்த லெட்டர்ல இருக்கு. இது உங்க பையனுக்கு, இது உங்களுக்கு. രാധയ്ക്ക് എങ്ക ചിന്ന രാസായിൽ. அப்புறம் என்ன வாங்க வந்தீங்க? உங்களுக்கு வேட்டி சட்டையா இல்ல வீட்டுக்காரிக்கு புடவை? എന്നെന്നും കണ്ണേട്ടന്റെ തമിഴ് പതിപ്പായ ഫാസിലിന്റെ വർഷം 16 ജയഭാരതിക്ക്. நீங்க எதுக்கு ஊருக்கு போறீங்க? என் மகன் தானே தப்பு பண்ணது, அவனை நான் இங்கே நம்பிடுறேன். ஆமாம் பெரியப்பா, திருவிழா முடியற வரைக்கும் போது அவன் இங்க எல்லாம் இருக்கிறதா நல்லது. ഗുണയിലെ നായികയായി അഭിനയിച്ച റോഷ്നിക്ക്. எதுக்கு இப்படி கட்டி போட்ட? எவனாவது செய்வானா? நீ மனுஷனா? மனுஷனே நீ? മധുബാലയുടെ അരങ്ങേറ്റ ചിത്രമായ അഴകനിൽ. ஓ ஸ்வப்னா. ఓ స్వప్న ஆர்ஃபன் ஸ்வப்னா. இல்ல இல்ல, அனாதை மாதிரி. அப்பா அம்மா இருந்தோ அனாதை. സ്നേഹയ്ക്ക് പുന്നകൈ ദേശം. நந்தினி ஃப்ரீக்கா பழகிறது வச்சு நீ அவளை தப்பா நினைச்சிட்டு இருக்க. பாவம், அம்மா இல்லாத பொண்ணாச்சேன்னு அப்பா கொஞ்சம் செல்லம் കൊടുத்து വളർത്തിட்டாரு. മീനാക്ഷി ശേഷാദ്രിയുടെ ആപത് ബാന്ധവ എന്ന തെലുങ്ക് ചിത്രത്തിലും ഡ്യൂയറ്റ് എന്ന തമിഴ് ചിത്രത്തിലും സരിത ശബ്ദം നൽകി. உங்களோட கவிதைகளை எனக்கு பிடிக்கும்.
எங்க அப்பாவோட நல்ல நண்பர்னு உங்களுக்கு பிடிக்கும். பக்கத்து வீட்டுல இருக்கிற ஒரு கௌரவமான மனிதர்னு உங்களுக்கு பிடிக்கும். അമലയ്ക്ക് വന്ദനത്തിന്റെ തെലുങ്ക് പതിപ്പായ നിർണയത്തിൽ నష్టం చాలు నన్ను వెళ్ళవండి. అసలు చెప్పనిస్తేగా మీరంటే నాకు ఇష్టం లేదు. ఐ హేట్ యు. എന്റെ സൂര്യപുത്രിയുടെ തമിഴ് പതിപ്പായ കർപ്പൂരമുല്ലയിൽ വാടിപ്പോന പൂ മാതിരി. രമണി கொஞ்சம் கண்ணு திறந்து பாருமா. நானு உமா ഹേമ സന്ധ്യ ജയന്തി എല്ലാരും വന്നിരിക്കോം. ശോഭനയുടെ ചില തെലുങ്ക് ചിത്രങ്ങളിൽ സരിതയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. 6 course dinner. ప్రతి కోర్సు నా ప్రేమ గురించే చెప్తుంది. మరి నా మీద నీకు ప్రేమ పుట్టాలంటే నేనేం చేయాలి? స్పందించాలి. అతని మనసు స్పందించాలి. ఎలా? തബു അഭിനയിച്ച കാതൽ ദേശം, സ്നേഹിതിയെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ സരിതയാണ് തബുവിന് വേണ്ടി ഡബ് ചെയ്തത്. ஹாய் ஹாய். ஐம் சாரி ஃபார் தட் டே. எதனால உங்களுக்கு என்ன சேவ் பண்ணணும்னு தோணுச்சு? நான் உங்களுக்கு ஃப்ரெண்ட் இல்லையே. ஓகே, உங்களை நான் நம்புறேன். ஜெயஸ்ரீ. எஸ் மேடம். வக்கீல் வரத்துக்குள்ள இவங்க கிட்ட ஸ்டேட்மெண்ட் எழுதி வாங்கி சும்மா சத்தம் போடாம நடந்தது என்னன்னு சொல்லு. எது எப்படியோ ரமேஷன் ஒருத்தர் இருந்ததாகவும் அவரை நீங்க தான் கொலை செஞ்சதாகவும் இப்ப நம்ம வீட்டுல. സൊനാലി ബേന്ദ്രയ്ക്ക് പാൽനാട്ടി ബ്രഹ്മനായിഡു എന്ന തെലുങ്ക് ചിത്രത്തിൽ డౌటా? తప్ప నేను కట్టుకున్నాగా. అలా రాసాడు గనకే మా వాళ్ళు వాడిని తన్ని వచ్చారు. ముద్ద చేసి చూస్తే 30 కేజీలు బరువుండవు. ఎంత పగరే నీకు? ഈ പറഞ്ഞതൊക്കെ സരിത ശബ്ദം നൽകിയ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ 300-ലധികം സിനിമകളിലെ നായികമാർക്ക് വേണ്ടിയാണ് അവർ ഡബ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാം നമ്മൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. മാക്സിമം പ്രധാനപ്പെട്ട കുറെ സിനിമകളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തമിഴിൽ തപ്പുതാളങ്ങൾ, വണ്ടിച്ചക്രം, മൗനഗീതങ്ങൾ, അഗ്നിസാക്ഷി, തണ്ണീർ തണ്ണീർ, ഇമൈകൾ, സാവി, ഊമൈ വിഴികൾ, അച്ചമില്ലൈ അച്ചമില്ലൈ, വേദം പുതിയത് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഗംഭീര റോളുകൾ സരിത ചെയ്തിട്ടുണ്ട്. സിനിമയിലെ തന്റെ ഗുരുവായ തമിഴ് സിനിമാ സംവിധായകരിലെ അതികായനായ കെ ബാലചന്ദറിന്റെ പ്രിയപ്പെട്ട നായികയായിരുന്നു സരിത. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത 15ഓളം ചിത്രങ്ങളിലാണ് സരിത നായികയായിട്ട് അഭിനയിച്ചത്. കന്നഡയിൽ ഹൊസബേളകു, ഭക്ത പ്രഹ്ലാദ, കാമന ബില്ലു, മലയമാരുത, എരടു രേഖകളു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഗംഭീര വേഷങ്ങളിൽ അഭിനയിച്ച സരിത കന്നഡയിലെ എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. ഇമേജ് നോക്കാതെ അഭിനയിച്ച ഒരു താരം കൂടിയാണ് സരിത. 26-27 വയസ്സുള്ളപ്പോൾ തന്നെ തമിഴിൽ അമലയുടെയും അതുപോലെ മലയാളത്തിൽ പാർവതി, രമ്യ കൃഷ്ണൻ തുടങ്ങിയ നടിമാരുടെയും അമ്മ റോളുകളിൽ പോലും സരിത അഭിനയിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ വരാനും മടിക്കില്ല. എവിടെയെങ്കിലും പോവാം. ബാലന്റെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മേ, ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ. ഇംഗ്ലീഷ് ത്രില്ലർ ചിത്രമായ മിസറിയുടെ തമിഴ് പതിപ്പ് ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ജൂലി ഗണപതിയിൽ ഞെട്ടിപ്പിക്കുന്ന നെഗറ്റീവ് റോളിൽ ജയറാമിനൊപ്പം അഭിനയിച്ചു. ജൂലി, അത് എന്താ പീത്തികിற നായേ, വിരുന്നാളിക്ക് പിറന്ന കസമാലോ എന്നെ ഡബായിക്കറിയ നീ പോറംപോക്ക്. മലയാളത്തിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അമ്മ കിളിക്കൂട് തുടങ്ങിയ ചിത്രങ്ങളിലും നല്ല ക്യാരക്ടർ റോളുകളിൽ അഭിനയിച്ചിരുന്നു. തുടർന്ന് അഭിനയത്തിന് ഇടവേള എടുത്തെങ്കിലും എല്ലാ കാലത്തും ഡബ്ബിംഗ് രംഗത്ത് സജീവമായിരുന്നു സരിത. വർഷങ്ങൾക്ക് ശേഷം 2023 മാവീരൻ എന്ന ചിത്രത്തിൽ ശിവകാർത്തികേയന്റെ അമ്മയായി ഈശ്വരി എന്ന ശക്തമായ റോളിൽ തിരിച്ചു വന്നു. സരിതയ്ക്ക് കിട്ടിയ അവാർഡുകളുടെ കണക്കെടുത്താൽ ഞെട്ടിപ്പോകും. മികച്ച നടിക്കുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് 3 തവണയാണ് സരിതയ്ക്ക് ലഭിച്ചത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് പുരസ്കാരവും 1 തവണ ലഭിച്ചു. കൂടാതെ തമിഴ്നാട് സർക്കാർ കലൈമാമണി പട്ടം നൽകി ആദരിക്കുകയും ചെയ്തു. നന്ദി അവാർഡ്, അതായത് ആന്ധ്ര സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ആക്ടർ സ്പെഷ്യൽ ജൂറി പുരസ്കാരം 2 തവണയും ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ളത് 4 തവണയും ലഭിച്ചു. മികച്ച നടിക്കുള്ള കർണാടക സ്റ്റേറ്റ് അവാർഡ് 1 തവണയും തമിഴ്, കന്നഡ ഭാഷകളിലായി മികച്ച നടിക്കുള്ള 6 ഫിലിം ഫെയർ അവാർഡുകളും സരിത കരസ്ഥമാക്കിയിട്ടുണ്ട്. നടി വിജി ചന്ദ്രശേഖർ സരിതയുടെ സഹോദരിയാണ്. മലയാള നടൻ മുകേഷിനെ 1988 വിവാഹം ചെയ്തു. ഇവർ 2011 വേർപിരിഞ്ഞു. ശ്രാവൺ, തേജസ് എന്നീ 2 മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. മകൻ ശ്രാവൺ മുകേഷ് 2018 കല്യാണം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിരുന്നു. മകനോടൊപ്പം UAE-യിലാണ് സരിത ഇപ്പോൾ താമസിക്കുന്നത്. മലയാളത്തിൽ അഭിനയിച്ചിട്ട് കുറച്ച് നാളുകളായി. ജൂൺ 7 ജന്മദിനം ആഘോഷിച്ച ഈ അതുല്യ കലാകാരിയുടെ കൂടുതൽ മലയാള സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.
സത്യ സംഗീതമേ ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന